ഗൈസ്, രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് രണ്ട് വീഡിയോയിൽ ഞാൻ പറയാം, എന്നാലേ അതിൻ്റെ ഒരു വൈബ് ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, അനുമോൾ. ഈ അനുമോള് റീ എൻട്രിയുടെ ആൾക്കാർ കയറുന്നതിന് മുമ്പ് വരെ ഒരു സർവൈവർ ആണ്, കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ലൈക്ക് ആളുടേതായ ഒരു സിഗ്നേച്ചർ അവിടെ ഇവിടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് സീസൺ 6 വരെ വച്ച് നോക്കുമ്പോൾ ഈ ഒരു സീസൺ 7 അനുമോളെ പോലെ സ്ട്രഗിള് ചെയ്ത ഒരു ലേഡി ആരാന്ന് നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാമോ? സ്ട്രഗിൾ ഇൻ ദ സെൻസ് ലൈക്ക് തിരിച്ചു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും പറ്റുന്നില്ല. തൊട്ടേനും പിടിച്ചതിനൊക്കെ ആദ്യം കരച്ചിലായിരുന്നു, പിന്നെ അതും മാറി പതിയെ ആള് ബോൾഡായിട്ട് തന്നെ വന്നു തുടങ്ങി. ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നും അത്യാവശ്യം വലിച്ചിടലൊക്കെ കിട്ടിയിട്ടുണ്ട് അനുമോൾക്ക്. നല്ല രീതിയിൽ ലാലേട്ടന്റെ ഭാഗത്തുനിന്ന് ചീത്ത കേട്ടിട്ടുണ്ട്. അവിടെ ഉള്ളവരൊക്കെ കൂടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഒറ്റയ്ക്ക് അനുമോളെ ഇട്ട് കൊടുക്കുന്ന പരിപാടി ഇന്നലെയും തുടങ്ങിയതൊന്നല്ല. ഓക്കെ, അപ്പോ ഇതിനകത്ത് ഇവര് ഒരു ഇത്രയും ഒരു സീസണിലെ വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അനുമോള് ഒരു റിയൽ സർവൈവൽ ഒരു ആളും മാത്രമല്ല, ഒരു അയൺ ലേഡി തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ അറിയാം, അതിന്റെ ഉള്ളിലത്തെ അറ്റ്മോസ്ഫിയർ എത്രത്തോളം വേഴ്സ് ആണെന്ന് ഒരു എക്സ് കണ്ടസ്റ്റന്റ് ആയ ഒരു ലേഡി ആയ എനിക്കറിയാം. അപ്പോൾ ഇവര് ഈ റീ എൻട്രി ആയ ആൾക്കാർ അവിടെ പോയിട്ട് ഈ നനഞ്ഞ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നില്ല അവരുടെ തലയ്ക്ക് മേലെയാണ് വാളിരിക്കുന്നത് എന്നുള്ളത്. അനുമോള് നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തു, മിണ്ടാതെ അല്ലെങ്കിൽ അധികം എക്സ്പ്ലനേഷൻ കൊടുക്കാതെ, കത്താതെ, അമരാതെ, കരയാതെ, എല്ലാം നല്ല ന്യൂട്രലി സംഭവങ്ങൾ അറേഞ്ച് ചെയ്ത് അവരെ കൊച്ചു മുന്നോട്ട് പോയി. ആൻഡ് ഇവരിപ്പോ പുറത്തിറങ്ങി, ഇപ്പൊ ഇവർക്ക് ഫോണില്ല, ഇവരിപ്പോ പുറത്തിറങ്ങി മേ ബി ഇവരെല്ലാരും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്തായിരിക്കും അനുമോൾക്ക് ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കണം, അനുമോളോട് ഇത് ചോദിക്കണം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും പ്ലാൻഡ് ആയിട്ട് അതിന്റെ ഉള്ളിൽ പോയി സംസാരിച്ചായിരിക്കും. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇവർക്ക് ഫോൺ കിട്ടും. ഫോൺ കിട്ടിക്കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇവർ ഏകദേശം നല്ല രീതിയിൽ ചീഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് കൊടുത്ത ബുള്ളറ്റൊക്കെ ഒരെണ്ണം പോലും തെറ്റാതെ കറക്റ്റായിട്ട് തിരിച്ചു വന്ന് കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ വൃത്തിക്ക് മനസ്സിലാവും എവിടെയാണ് എന്താണ് അവർക്ക് പാളിയതെന്നുള്ളത്. റീ എൻട്രിയിൽ പോയ ആളുകൾ അനുമോൾക്ക് കപ്പെടുക്കാൻ കുറച്ചും കൂടി സ്ഥലം ഒന്ന് വിഭ്രമിച്ചു കൊടുത്തു. അതായത് കുറച്ചും കൂടി പാത്ത് അങ്ങോട്ട് ക്ലീൻ ആക്കി കൊടുത്തു. അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോളുടെ തോട്ടം എന്താണ്? അനുമോൾ ഇതിനൊന്നും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നിന്നില്ല. അനുമോളുടെ മൈൻഡിൽ മേ ബി 2 ദിവസം കൊണ്ടുള്ളൂ. ഇത് കഴിഞ്ഞാൽ ഇവരെ എനിക്ക് ലൈഫിൽ കാണേണ്ട ആവശ്യം പോലും ഇല്ല. അത് ഞാനാണ് തീരുമാനിക്കുന്നത്, ഇല്ല ആരൊക്കെ എൻ്റെ ലൈഫിൽ വേണം വേണ്ട എന്നുള്ളത്. അനുമോള് കുറച്ചും കൂടി അനുമോൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അധികം ഗീവർ ആവാൻ പാടില്ല, ഡിസേർവ് ചെയ്യാത്തവരെ ഊട്ടാൻ നിൽക്കരുത്, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയുള്ളവരെ ഫ്രണ്ട്സ് ആക്കണം, ആരോട് എന്തൊക്കെ സംസാരിക്കണം, ലൈക്ക് എവിടെയൊക്കെ വോയിസ് റേസ് ചെയ്യണം, എപ്പോഴും കരയാൻ പാടില്ല എന്നുള്ള ഒരു ആകെ മൊത്തം ടോട്ടലി ഒരു എൻസൈക്ലോപീഡിയ ഓഫ് ലൈഫ് അനുമോൾക്ക് ഇപ്പൊ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. അനുമോള് ഇത്രയും കാലം ഞാൻ പറയുന്നത് ഡിസേർവ് ചെയ്യുന്ന ആൾക്ക് കപ്പ് കിട്ടട്ടെ എന്നാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ ഫ്രം മൈ ഹാർട്ട് ഞാൻ പറയുന്നു, അനുമോള് കപ്പ് തൂക്കണം. കപ്പും തൂക്കി കാറും കൊണ്ട് ആ കൊച്ചു പുറത്തിറങ്ങിയിട്ട് അന്തസ്സായിട്ട് മുന്നിൽ കൂടെ പലരുടെയും പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഇങ്ങനെ സർവൈവ് ചെയ്ത് എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഞാനൊക്കെ ചിലപ്പോൾ കൈ വച്ചു പോകും. അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ് ഈ 2 ദിവസം റീ എൻട്രിയുടെ ആൾക്കാർ പോയിട്ട് ആ കൊച്ചിനെ ഇട്ട് ചളാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അനുമോൾ ആക്ച്വലി ജയിച്ചു. അനുമോൾക്ക് ഓൾറെഡി കപ്പ് കിട്ടി. ആൻഡ് ഷീസ് എ റിയൽ വാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു അയൺ ലേഡിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവൈവൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. അത് ആ കൊച്ചു വൃത്തിക്ക് ചെയ്തു. അനുമോളെ അടുത്തറിയാവുന്നവർക്ക് അറിയാം, ഒരു അയ്യോ ഭാവമാണ്, സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് കരയുന്ന ആളാണെന്ന്. ഇപ്പൊ ആള് ടോട്ടലി മാറി. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി തന്ന റീ എൻട്രി ചെയ്ത എല്ലാ എക്സ് കണ്ടസ്റ്റൻസിനും എൻ്റെ വക നന്ദി. അതേപോലെ ഈ വീഡിയോ കാണുന്ന അനുമോൾ ഇഷ്ടപ്പെടുന്ന എല്ലാ വീട്ടമ്മമാരോടും ഞാൻ പറയാണ്, അവർക്കൊരു നന്ദി കൊടുത്തേക്ക്. വെറുതെ കയ്യിലിരുന്നോട്ടെ, നമ്മുടെ അനുമോളെ കുറച്ചും കൂടി കാര്യങ്ങൾ ഈസി ആക്കി കൊടുത്തതിന് അവർക്കൊരു നന്ദി കൊടുത്തേക്ക്. പാവം പോയിക്കോട്ടെ.